ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉഷാ രഘുനന്ദനൻ. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആഡിങ് ഡെസിമൽ നമ്പേഴ്സ് ഈസിലി. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ കൂട്ടിച്ചേർക്കാം. ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ഡെസിമൽ നമ്പർ ഇതൊരു ഡെസിമൽ നമ്പറാണ്. എന്താണ് ഡെസിമൽ നമ്പർ, അതിന്റെ പ്ലേസ് വാല്യൂ എന്താണെന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നോക്കിയാൽ കിട്ടും. അപ്പൊ അതൊന്ന് ആദ്യം ക്ലിയർ ചെയ്യാം. എന്താണ് ഡെസിമൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ് പ്ലേസ് വാല്യൂ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പഠിക്കാം, എഡീഷൻ പഠിക്കാം. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ചെറിയൊരു നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഇതൊരു എക്സാമ്പിൾ ആണ്. 5.25 എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ നമ്പറാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 5 നമ്മൾ എന്താ വായിക്കുന്നത്, 5.25. അപ്പൊ ഈ 5 എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഹോൾ പാർട്ടാണ് അല്ലെ. അതൊരു 5 എന്ന് പറഞ്ഞാൽ അത് 5 തന്നെയാണ്. 5 പോയിന്റ്. അപ്പൊ ഈ 0.25 ആണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്. ദശാംശ സംഖ്യ എന്ന് പറയുന്നത് ഈ 0.25 ആണ്. 5.25 അല്ലെ. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ എപ്പോഴും ഇത് തെറ്റിക്കാറുണ്ട്. അത് എവിടെയാണ് നമ്മൾ തെറ്റ് വരുത്തുന്നത് വെച്ചാൽ ഡെസിമൽ പോയിന്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ തെറ്റുന്നത്. അപ്പൊ അതിന് 3 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെയാണ്? നമ്പർ 1, പോയിന്റിന്റെ രണ്ട് ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റിന്റെ താഴെ തന്നെ മറ്റേ ഡെസിമൽ പോയിന്റും വരണം. അത് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ നമ്പർ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ അതിന് സംഖ്യകൾ ഇല്ലാത്ത സ്ഥലത്തൊക്കെ 0 ഇടുക. മൂന്നാമത്തെ കാര്യം എന്താണ്? സാധാരണ നമ്മൾ കൂട്ടണ പോലെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ ചെറിയ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ 7.6 പ്ലസ് 1.3 എനിക്ക് ഇത് രണ്ടും ആഡ് ചെയ്തെടുക്കാന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ആ ഡെസിമൽ പോയിന്റ് നോക്കൂ. 7.6ഉം ഈ പോയിന്റും താഴെ നേർക്ക് നേരെ വന്നല്ലോ. അതാണ് ഏറ്റവും നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ നമ്മുടെ ആൻസർ എന്തായാലും റോങ് ആവും. 6 + 3 9. പിന്നെ സാധാരണ നമ്മൾ കൂട്ടണ പോലെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ, 8.9 കിട്ടി. അഡീഷൻ, സാധാ അഡീഷൻ തന്നെ നമ്മൾ നമ്പർ ആഡ് ചെയ്യണ പോലത്തെ നമ്മൾ എങ്ങനെയാണോ അഡീഷനിൽ ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ഈ നമ്പറിന് പകരം ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് 7.6 + 4.325 ഇങ്ങനെ ഒരു നമ്പറാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഇനിയിപ്പോ വലുത് ആദ്യം എഴുതുക, ചെറുത് ആദ്യം എഴുതുക, അതിനൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല. പക്ഷേ എന്ത് ചെയ്താൽ മതി, പോയിന്റിന്റെ താഴെ തന്നെ ഡെസിമൽ പോയിന്റ് വരുന്നുണ്ടോ നോക്കണം. അതേ രീതിയിൽ വേണം എഴുതാൻ. അപ്പോ ഇവിടെ 7.6, ഇപ്പൊ ഞാൻ ആദ്യം 7 ഇവിടെ 6 എഴുതി. ഇനി പോയിന്റിന്റെ താഴെ പോയിന്റ് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 4 ഇങ്ങനെ തന്നെ എഴുതണം. 4.325 ഈ 2 നമ്പറാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എന്താണ്, പോയിന്റിന്റെ താഴെ തന്നെ ഡെസിമൽ പോയിന്റ് വരണം. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഇവിടെയാണ്. സെയിം, ഇവിടെ നമുക്ക് സംഖ്യകൾ ഇല്ലല്ലോ, ഇവിടെ ഇല്ല. ബട്ട് നമ്മൾ സാധാ അഡീഷൻ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. അപ്പൊ സംഖ്യകൾ ഇല്ലെങ്കിൽ എന്ത് കൊടുക്കണം, ഇവിടെ നമ്മൾ 0 കൊടുക്കും. ഇപ്പൊ 0 കൊടുത്തില്ലെങ്കിൽ കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കൊടുത്തില്ലെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ടാൽ മതി. പക്ഷെ തെറ്റിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം പറഞ്ഞതാണ്. നമ്മൾ 0 ഇട്ട് കൊടുക്കുക. 0 + 5 5, 0 + 2 2, 6 + 3 9, പോയിന്റിന് താഴെ വീണ്ടും പോയിന്റ്, 7 + 4 11. അപ്പൊ ആൻസർ എന്ത് കിട്ടി, 11.925 കിട്ടി. ക്ലിയർ? ഇനി ഒരു നമ്പർ കൂടി. ഇപ്പോ 8 + 3.45 എനിക്ക് ഈ 2 നമ്പറാണ് ആഡ് ചെയ്തെടുക്കേണ്ടതെന്ന് വിചാരിക്കാം. ഇതിലാണ് എല്ലാവരും തെറ്റിക്കാറ്. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. 8 എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പറാണ്, ഹോൾ പാർട്ടാണ്. അവിടെ ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ല. സോ 8 ഈസ് ആഡഡ് ടു 3.45. ഇതാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, ആദ്യം 8 എന്ന് എഴുതും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഹോൾ പാർട്ട് മാത്രമേ ഉള്ളൂ, ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല. സോ ഇവിടെ താഴെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ്, 3.45 ആണ്. റൈറ്റ്? ഇനി ഇവിടെ
8 പോയിന്റ്. അപ്പൊ പാർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? അവിടെ സംഖ്യകളൊന്നും ഇല്ലാത്തപ്പോ എന്ത് കൊടുക്കുക? നമ്മൾ അഡീഷൻ ചെയ്യാൻ നമുക്ക് എളുപ്പത്തിന് നമ്മൾ എന്ത് കൊടുക്കുക? അവിടെ 0 കൊടുക്കുക. 0.00. അപ്പോൾ 8 എന്ന് പറഞ്ഞാലും 8.00 എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. കാരണം 0.00 ആണ്, അവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല. ആ 8 മാത്രം നമുക്ക് എന്താണ് ഹോൾ പാർട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 + 5, 0 + 4, 8 + 3, 11.45. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവരുത്? നമ്മൾ ഡെസിമൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? തെറ്റിപ്പോകും. ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി എടുത്തു നോക്കാം. ഇപ്പോ 35.32 പ്ലസ് 0.18 ഇത് രണ്ടുമാണ് നമുക്ക് ആഡ് ചെയ്തെടുക്കേണ്ടത് വിചാരിക്കാം. അപ്പൊ ഇവിടെ രണ്ട് പാർട്ടുണ്ട്. ഹോൾ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ഉണ്ട്. ഇവിടെ എന്തേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. ഇല്ല, 0 പോയിന്റ് ആണ്. അവിടെ എന്തില്ല? ഹോൾ പാർട്ടിൽ 0 ആണ്, നമ്പർ ഇല്ല. സോ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 35.32 നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഓർക്കുക, ഡെസിമലിന്റെ താഴെ മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? ഡെസിമൽ വരാൻ പാടുള്ളൂ. സോ 0.18 ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഇല്ലെങ്കിൽ എന്ത് കൊടുക്കുക? വേണമെങ്കിൽ നമുക്ക് 0 കൊടുക്കാം. ഇനി 0 ഇല്ലാതെ നമുക്ക് എന്ത് ഇറക്കിട്ടാൽ മതി? നമ്പർ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടുക. 2 + 8 10 5 5 3 35.50. ഓക്കെ, അപ്പൊ മെയിൻ ഈ 3 പോയിന്റ്സും ഓർത്ത് വെച്ചാല് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഏതൊരു എത്ര വലിയ ഡെസിമൽ നമ്പർ ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ആഡ് ചെയ്തെടുക്കുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന വീഡിയോസ്, ഗണിതത്തിൽ ഒരുപാട് നമുക്ക് ഇനി ടോപ്പിക്സ് കവർ ചെയ്യാണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കും. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റിൽ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.